നമ്മളിന്ന് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് കഴിക്കാനാണ് പോകുന്നത്. ഞാനിപ്പോൾ ബെൽജിയത്തിലെ ലിയേഴ്സ് നഗരത്തിലാണ് ഉള്ളത്. 1871 മുതൽ ലിയേഴ്സ് നഗരത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ലിയേഴ്സ് ഫെയർ അല്ലെങ്കിൽ ഫാർദ് ലിയേഴ്സ് കാണാനും അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാനുമാണ് നമ്മളിന്ന് ഇവിടെ വന്നത്. ഏകദേശം 2 കിലോമീറ്റർ നീളത്തിലുള്ള സ്റ്റാളുകളും 170-ൽ പരം റൈഡുകളും ഇവിടെയുണ്ട്. ഇത് ബെൽജിയത്തിലെ തന്നെ ഏറ്റവും വലിയ ഫൺ ഫെയർ കൂടിയാണ്. നമ്മൾ ആദ്യം കഴിക്കാൻ പോകുന്നത് ഷുറോസ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു പ്രത്യേകതരം ഫുഡാണ്. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ സ്പെയിനിലോ പോർച്ചുഗലിലോ ആണെന്നാണ് പറയപ്പെടുന്നത്. ഇത് വെറും ഒരു സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഇവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് ഈ മെഷീനിലൂടെ ഒരു പ്രത്യേക ആകൃതിയിലാക്കി എണ്ണയിലിട്ട് വറുത്താണ് എടുക്കുന്നത്. ഒമ്പത് ഷുറോസിന് ഇവിടെ 7 യൂറോയും 15 എണ്ണമാണെങ്കിൽ 10 യൂറോ ആണ്. നമ്മുടെ നാട്ടിലെ കണക്ക് വെച്ചാണെങ്കിൽ 859 രൂപയാണ് ആകുന്നത് മൊത്തം 10 എണ്ണത്തിന്. ഇവിടെ ഒരുപാട് ആൾക്കാർ എത്തുന്നതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് അത്യാവശ്യം കൂടുതലാണ്. നന്നായി മുരിഞ്ഞ് എടുത്ത ഈ ഷുറോസ് ഇവർ നേരെ പഞ്ചസാരയിലേക്കാണ് ഇടുന്നത്. പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ 10 യൂറോയ്ക്കുള്ള ഷുറോസാണ് പറഞ്ഞത്. നമുക്ക് ഏകദേശം 15 എണ്ണം കിട്ടും. ഇതുകൂടാതെ ഇതിൻ്റെ കൂടെ ന്യൂട്ടലയെ മുക്കി തിന്നാൻ വേണ്ടി 1.5 യൂറോ എക്സ്ട്രാ കൊടുക്കുകയും ചെയ്യണം. ഈ എടുത്തേക്കുന്ന ന്യൂട്ടലയാണ്. അത് അവർ ഒഴിക്കുന്നതുണ്ടോ, ആ സൈഡിലേക്ക് ന്യൂട്ടലയാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. വൗ, ഇതാണ് നമുക്ക് കിട്ടിയ ഷുറോസ്. ന്യൂട്ടല കണ്ടോ മുകളിൽ അവർ വെച്ചിരിക്കുന്നത്. നമുക്കിപ്പം ഇനി ഒരുപാട് വെയിറ്റ് ചെയ്യാതെ ഈ ഷുറോസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കഴിച്ചു നോക്കി, നല്ല കിണ്ണൻ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എപ്പോഴേലും അവസരം കിട്ടുവാണെങ്കിൽ ഈ ഷുറോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇനി നമ്മൾ ദേ കാണുന്ന സ്റ്റാളിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു വെറൈറ്റി ഫുഡുണ്ട്, അത് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഫ്രഞ്ചിൽ ഇതിന് ബ്രൊഷത്ത് എന്നാണ് പറയുന്നത്. ഇത് വില നിങ്ങൾക്ക് കാണാം. 5 എണ്ണത്തിന് 6 യൂറോയും 10 എണ്ണത്തിന് 10 യൂറോയാണ്. ഈ കാണുന്നതാണ്. ഇതുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡിൻ്റെ ഒരു സ്റ്റിക്കിൽ സാധാരണ ഈ മീറ്റ് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റേൺ പാചകരീതിയിൽ സാധാരണയായി ചിക്കൻ ഒരുപാട് കെബാബ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ പല വെറൈറ്റികൾ നമുക്ക് കാണാം. ഫിഷും ചിലർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമുക്കെന്താണേലും ഇത് റെഡിയാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇവർ മസാലകൾ ഒന്നും തേക്കത്തില്ല. ഇത് തനി മീറ്റാണ്. ഏകദേശം ഒരു സൈഡ് റെഡിയായെന്ന് തോന്നുന്നു. അദ്ദേഹം അത് തിരിച്ചിടുന്നുണ്ട്.
അപ്പോൾ ബ്രോഷത്ത് റെഡിയായി. ഇനി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. വാവ്, നല്ല ചൂടായിട്ട് അതിൽ നിന്ന് പുകയൊക്കെ പോകുന്നുണ്ടോ. ഇതോ മസാല ഒട്ടുമില്ല, ആകെ ശകലം ഉപ്പ് മാത്രമാണ് അദ്ദേഹം ഇട്ടത്. ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കി. മസാല ഒന്നും തന്നെ ഇല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.